നമുക്ക് മറ്റൊരു സംഘനൃത്ത പെർഫോമൻസ് അത് കലക്കം തൃശ്ശൂരിന്റെ വേദിയിലാണ് ആ പെർഫോമൻസ് ആയി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ പരിചയപ്പെടാം. ഏതാ സ്കൂൾ മക്കളെ? തിരുവനന്തപുരം ജില്ല. അപ്പൊ നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോയാലോ? എന്താണ് നിങ്ങൾ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? പേരല്ല, എന്താണ് ഈ വേഷം, എന്താണ് നിങ്ങളുടെ കഥ പറയുന്നത്? അപ്പൊ കുറച്ചുകൂടി മത്സ്യകന്യകളുടെ തീമാണ് എടുത്തിരിക്കുന്നത്. മത്സ്യകന്യകളാണ്. അപ്പൊ കണ്ടോളൂ. കരങ്ങളിൽ ശംഖുചക്ര ഗദാധാരി ഭഗവാൻ മത്സ്യമായി അവതാരം ചെയ്യുകയാ. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇന്നേക്ക് 7-ാം നാൾ മഹാപ്രളയം. ഞാൻ നൽകും നൗകയിൽ രക്ഷ നേടും. പ്രളയം നൗകയിലേറി മത്സ്യത്തിൻ കൊമ്പിൽ കെട്ടിയ നൗക ഹിമവൽ ശൃംഗേ നൗകയതെത്തി മത്സ്യം പോരിനിറങ്ങി. കടലിൽ ഒളിച്ചോരാസുരനുമായി ഘോരയുദ്ധം തുടങ്ങി. ദിക്കു നടുങ്ങി ഭൂമി കുലുങ്ങി വേദം തിരികെ നേടി ജഗന്നാഥൻ ജഗദീശൻ. മത്സ്യാവതാരം ആദ്യാവതാരം ശ്രേഷ്ഠാവതാരം ദേവാവതാരം ദേവാവതാരം. മത്സ്യഗന്ധിയാം പെണ്ണവളൊരുവളിൽ നിന്നും മഹാഭാരത കഥയുടെ ഉറവിടമന്ന് ശാപമേറ്റൊരാ പെണ്ണിൻ മകളായി പിറന്നു. മത്സ്യഗന്ധിയായി മുക്കുവ സ്ത്രീയായി തോണിയിൽ പരശര ഋഷി വര്യൻ അവളിൽ അനുരക്തിതനാകി. വ്യാസൻ പിറന്നന്ന് അവനോ ഭാരത കഥ എഴുതി. ഞങ്ങളിലൂടെ മഹാഭാരത പ്രാരംഭം. മത്സ്യം 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 ബൈബിളിലന്ന് ദൈവത്തെ ധിക്കരിച്ച് മറുദിശ പോയൊരു യോനാ പ്രവാചകൻ. കൊടുങ്കാറ്റും പേമാരി കടൽക്ഷോഭം തുടങ്ങി. കപ്പൽ തകർന്നു നടുക്കടലിൽ.
നിനവേ ദേശത്ത് പോകാൻ മടിച്ചൊരാ യോനായെ മത്സ്യം വിഴുങ്ങി ക്ഷണം നിനവേ കടൽ തീരെ മത്സ്യത്തെ ഛർദിപ്പിച്ച് ഞങ്ങളിലോടൊരു ദൈവനിയോ. യെസ് എന്താണ് എന്ത് എന്താണ് മനോഹരം സംഭവം ഇത്? അല്ലേ? എന്ത് അതെ സത്യം മനോഹരം. രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ? സൂപ്പർ, അടിപൊളി, തകർത്തു. നല്ല സുന്ദരികളായിട്ടുണ്ട് കേട്ടോ. നല്ല ചിരിച്ച് നന്നായിട്ട് അതെ, കളിച്ചോ. എ ഗ്രേഡ് ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അതെ, നല്ല ചടുലമായ അതെ. സ്റ്റെപ്പുകൾ. ആ ബീറ്റിനനുസരിച്ച് ഇവരുടെ കൈ എല്ലാരും ഇങ്ങനെ നോക്കുക, പുറത്ത് കാണുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ അന്തിച്ച് നോക്കുക എന്നൊക്കെ പറയില്ലേ? കൗതുകമായിരുന്നു. അതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, നമുക്ക് വീണ്ടും കാണാം.